ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ റീസെൻ്റ് ആയിട്ട് വയർലൈൻ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സൺസ്ക്രീനാണ് ഡീകൺസ്ട്രക്റ്റിൻ്റെ ഫ്ലൂയിഡ് സൺസ്ക്രീൻ. അപ്പോൾ വെറും ഫ്ലൂയിഡ് സൺസ്ക്രീൻ അല്ല, ഇതൊരു ബ്രൈറ്റനിങ് സൺസ്ക്രീൻ ആണ് കേട്ടോ. അതായത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നസ് നമ്മുടെ സ്കിന്നിൽ വിസിബിൾ ആവും. അതിന് കാരണം ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സൺസ്ക്രീനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽ നോക്കാം. ആദ്യമേ തന്നെ പറയുകയാണെങ്കിൽ ചെറിയൊരു പാക്ക് വാങ്ങിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് മറ്റൊന്നും കൊണ്ടിട്ടല്ല, നമ്മുടെ സ്കിന്നിന് ആപ്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ബിഗ് പ്രൊഡക്റ്റ് വാങ്ങാമെന്ന് വെച്ചാൽ വാങ്ങിച്ചിട്ട് നമ്മൾ കുറച്ചധികം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻ കേസ് അത് ആപ്റ്റ് അല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കും. സോ അതുകൊണ്ടിട്ടാണ് ഞാൻ ട്രയൽ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. പിന്നെ എനിക്ക് റീസെൻ്റ് ആയിട്ട് ഒരു കമൻറ്റ് വന്നിരുന്നു, ഈ ഒരു സൺസ്ക്രീനെ കുറിച്ചിട്ടുള്ള റിവ്യൂ പറയുമോ എന്ന്. അപ്പോൾ അതിൻ്റെ ബേസിലും കൂടിയാണ് ഈ ഒരു സൺസ്ക്രീൻ വാങ്ങാനുള്ള മെയിൻ റീസൺ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് ഇതിൻ്റെ പാക്കേജിങ് നോക്കുകയാണെങ്കിൽ ഒരു ട്യൂബ് ബേസ് ആയിട്ടുള്ള പാക്കേജിങ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഹൈലി എഫക്റ്റീവ് എറ്റ് ജെൻറ്റിൽ എന്നാണ് കേട്ടോ. വളരെ ജെൻറ്റിലായിട്ടുള്ളൊരു സൺസ്ക്രീൻ തന്നെയാണ്. ഫ്ലൂയിഡ് സൺസ്ക്രീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും തന്നെ സ്റ്റിക്കി ഒന്നും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ തോന്നുകയല്ല. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. എസ്പെഷ്യലി ഇത് സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പ് ആണ്. എൻ്റെ സ്കിന്നിന് ഒന്നുകൂടെ നന്നായിട്ട് മാച്ച് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ. മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഫ്ലൂയിഡ് ബേസ് ആയിട്ടുള്ള സൺസ്ക്രീനൊക്കെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിഷ് കെയറിൻ്റെ സൺസ്ക്രീനാണ്. അപ്പോൾ ആ ഒരു സെയിം ഒരു എഫക്റ്റൊക്കെയാണ് എനിക്ക് ഈ ഒരു ഡീകൺസ്ട്രക്റ്റിൻ്റെ ഈ ഒരു ബ്രൈറ്റനിങ്, അതായത് ഫ്ലൂയിഡ് ബ്രൈറ്റനിങ് സൺസ്ക്രീൻ യൂസ് ചെയ്തപ്പോഴും എനിക്ക് ഹോണസ്റ്റ്ലി ഫീൽ ചെയ്ത കാര്യം. പിന്നെ ബ്രൈറ്റനിങ് പ്രോപ്പർട്ടീസ് നൽകുന്നത് മറ്റൊന്നും കണ്ടിട്ടല്ല, ഇതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ആ ഒരു ബെനിഫിറ്റ് കൊണ്ടിട്ടാണ്. മെയിൻലി നിയാസിനമൈഡ് ഒക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് മോയ്സ്ചറൈസേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഗ്ലിസറിൻ, അതായത് നല്ല ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ SPF കണ്ടന്റ് എന്തുമാത്രമാണെന്ന് നോക്കുകയാണെങ്കിൽ 50+ഉം PAയുടെ എമൗണ്ട് വരുന്നത് പ്ലസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 4+ ആണ് കേട്ടോ. അപ്പോൾ 1, 2, 3 അല്ല 4+ ആണ്. സോ അതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷൻ ലെവൽ നല്ല രീതിക്ക് ഹൈ ആയിരിക്കും ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ. പിന്നെ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, ചില സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡാർക്കറായിട്ട് ഫീൽ ചെയ്യും. ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ആ ഒരു ഡാർക്ക്നെസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ 8 hours എന്നാണ് ഇവർ ലോങ് ലാസ്റ്റിംഗ് പറയുന്നത്. പക്ഷേ എങ്കിലും നമ്മൾ സൺസ്ക്രീൻ ആയതുകൊണ്ട് തന്നെ റീഅപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം ആ ഒരു മോയ്സ്ചറൈസർ നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിലൊന്ന് പിടിക്കാനുള്ള സമയം കൊടുക്കുക. അതിനുശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇത് ഫോർ ഓൾ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആണ്. എങ്കിലും കുറച്ചുകൂടെ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ അവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ ഇനി നമുക്ക് വേറെ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് കേട്ടോ. വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വൈറ്റ് കാസ്റ്റ് ഒക്കെ ഉണ്ടാവുമോ എന്നൊക്കെ എല്ലാവർക്കും പേടിയുണ്ടാവും. വൈറ്റ് കാസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. പിന്നെ ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. സോ അതുകൊണ്ട് തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സൺസ്ക്രീൻ കൂടെയാണ്. നിങ്ങൾ പേടിക്കേണ്ട. ഇറിറ്റേഷൻസോ ബേണിംഗ് സെൻസേഷൻസോ ഇച്ചിങ്ങോ ഒന്നും തന്നെ നിങ്ങളുടെ സ്കിന്നിൽ ഒക്കറാവില്ല. എങ്കിലും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഉണ്ടെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ഡീറ്റെയിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് പ്രൊട്ടക്ട് ഫ്രം UV റേസ്, അതായത് UV ആൻഡ് UVB റേസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ നിയാസിനമൈഡ്, അതായത് UV റേസ് ഒക്കെ കൊണ്ടുണ്ടാകുന്ന ഇറിറ്റേഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ലൊരു ഈവൻ ടോണിലേക്ക് നമ്മുടെ സ്കിന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടും, എസ്പെഷ്യലി ടാനിങ് പോലത്തുള്ള കാര്യങ്ങളും ഡിസ്കളറേഷനൊക്കെ റെഡ്യൂസ് ചെയ്യാനും അതോടൊപ്പം തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി നിയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ക്വിക്ക് അബ്സോർബിങ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ബേസ് ആയിട്ടുള്ള വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ തന്നെയാണ്. നല്ല രീതിക്ക് പ്രൊട്ടക്ഷനും നല്ലൊരു ഹൈഡ്രേഷനും നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൊട്ട് നോക്കുമ്പോൾ സ്റ്റിക്കി അല്ലെങ്കിൽ ഗ്രീസി ഫീലൊന്നും ഇല്ല കേട്ടോ. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ചില പ്രൊഡക്ട്സ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ഹെവി ഫീൽ ഉണ്ടാവും, നമ്മുടെ സ്കിന്നിൽ എന്തോ ഇട്ട പോലത്തെ. ഇത് അങ്ങനത്തെ ഫീലിംഗ് ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് അപ്ലൈ ചെയ്യാനും ഭയങ്കര ഈസിയാണ്. അപ്ലൈ ചെയ്താലും നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ടെക്സ്ചറുമാണ്. ഇനി നമുക്ക് നമ്മുടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഹൗ ടു യൂസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ക്ലെൻസ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് നമ്മൾ സിറം ഓർ ടോണറൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡീകൺസ്ട്രക്റ്റിൻ്റെ ഈ ഒരു ഫ്ലൂയിഡ് ബ്രൈറ്റനിങ് സൺസ്ക്രീനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു സൺസ്ക്രീൻ മാത്രമല്ല, ഫ്ലൂയിഡ് ബ്രൈറ്റനിങ് നല്ല രീതിക്ക് ബ്രൈറ്റ്നെസ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ UV ആൻഡ് UVB റേസിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ നിയാസിനമൈഡ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ.
അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും UV ഇറിറ്റേഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. എത്ര നേരം ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് നോക്കുകയാണെങ്കിൽ 8 hours എന്നാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫ്രാഗ്രൻസ് ഫ്രീ പ്രൊഡക്റ്റ് ആണ് കേട്ടോ, അതുകൊണ്ട് തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്കൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വൈറ്റ് ആയിട്ടുള്ള ടെക്സ്ചറാണ് നമ്മുടെ സൺസ്ക്രീനിൻ്റെ കളർ വൈസ് നോക്കുകയാണെങ്കിൽ. കണ്ടില്ലേ, അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് കേട്ടോ. ക്വിക്കായിട്ട് അബ്സോർവ് ചെയ്യും, അതോടൊപ്പം തന്നെ സീറോ വൈറ്റ് കാസ്റ്റ് ആണ്. പിന്നെ നല്ലൊരു ബ്രൈറ്റനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്തതിന് ശേഷം. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ കണ്ടില്ലേ, നല്ല രീതിക്ക് നമുക്ക് എന്താ പറയുക, ബ്ലെൻഡായി പോകുന്നുണ്ട് നമ്മുടെ സ്കിന്നിൽ. അപ്പോൾ സൺസ്ക്രീൻ എടുക്കുമ്പോൾ ഞാൻ കുറച്ച് എമൗണ്ട് കൂട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് സ്കിന്നിൽ ബ്ലെൻഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആപ്ലിക്കേഷൻ കഴിയുമ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റനിങ് നമുക്ക് ഫീൽ ആവുന്നുണ്ട് നമ്മുടെ സ്കിന്നിൽ. അതോടൊപ്പം തന്നെ പാരബൻ ഫ്രീ പ്രൊഡക്റ്റ് ആണ്. അപ്ലൈ ചെയ്യുമ്പോൾ വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫീൽ ആവുന്നില്ല കേട്ടോ. അപ്പം ഞാനിവിടെ കുറച്ച് എമൗണ്ട് കൂടുതലാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പോൾ കാണുന്നത് എൻ്റെ സ്കിന്ന് നോക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ pH ബാലൻസ് ഒക്കെ 5 to 6 ആണ്. അതോടൊപ്പം തന്നെ പാരബൻ ഫ്രീ ആണോ എന്ന് നോക്കുകയാണെങ്കിൽ പാരബൻ ഫ്രീ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ്. ഫ്രാഗ്രൻസ് ഫ്രീ ആയതുകൊണ്ട് തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് യാതൊരു വിധ ഇറിറ്റേഷൻസ് ഒന്നും അവരുടെ സ്കിന്നിൽ ഒക്കറാവില്ല, അവർക്കൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡെർമറ്റോളജിസ്റ്റ്, അതായത് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. സോ നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, യാതൊരുവിധ പ്രോബ്ലംസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ നിയാസിനാമൈഡും അതോടൊപ്പം തന്നെ ഇതിൽ വേറെ ഇൻഗ്രീഡിയൻസ് നോക്കുകയാണെങ്കിൽ ഗ്ലിസറിൻ ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് നല്ല രീതിക്ക് മോയ്സ്ചറൊക്കെ നമ്മുടെ സ്കിന്നിൽ, അതായത് ലോസ് ആവാണ്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഗ്ലിസറിനൊക്കെ ഇൻക്ലൂഡ് ആയതുകൊണ്ടിട്ടാണ്. പിന്നെ കണ്ടില്ലേ, അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റനിങ് എൻ്റെ ഫേസിലുണ്ട്. പിന്നെ ഓക്സിഡൈസ് ആവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. 8 hours എന്നാണ് ഇവർ ലോങ് ലാസ്റ്റിംഗ് പറയുന്നത്. പക്ഷേ നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ, എന്തോ ഒരു ലോസ് അല്ലെങ്കിൽ സൺസ്ക്രീൻ എൻ്റെ സ്കിന്നിലില്ല, കുറച്ചുകൂടെ ഒന്ന് അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും റീഅപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നോർമലി സൺസ്ക്രീനിൻ്റെ ആ ഒരു ലോങ് ലാസ്റ്റിംഗ് എത്ര നേരമാണെന്ന് നോക്കുകയാണെങ്കിൽ 3 to 2 എന്നാണ് പറയുന്നത്. പക്ഷേ ഇവർ 8 എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും നിങ്ങൾ 8 hours വരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം എന്ന് ഞാൻ പറയുകയല്ല. നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് റീഅപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്ത് നമുക്ക് എന്താണെന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഫോർ നോർമൽ ആൻഡ് ഡ്രൈ സ്കിൻ എന്നാണ് അവർ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് കേട്ടോ ക്ലെയിം ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇനി ഹൗ ടു യൂസ് എന്നുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ പുറത്ത് പോകുന്നതിന് ഒരു 20 minute മുന്നേ എങ്കിലും നമ്മൾ നമ്മുടെ സ്കിന്നിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഓരോ നമുക്ക് പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് റീഅപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സൺസ്ക്രീൻ എപ്പോഴും റീടച്ച് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഒന്നല്ലെങ്കിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, റീഅപ്ലൈ. അപ്പോൾ റീഅപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുള്ള സൺസ്ക്രീൻസ് വാഷ് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഫ്രഷ് ആയിട്ട് ഇടുന്നതാണ് നല്ലത്. ഇട്ടതിൻ്റെ മേലെ ഇടുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി നല്ലത് വാഷ് ഓഫ് ചെയ്തിട്ട് ഇടുന്നതാണ്. നല്ല രീതിക്ക് നമുക്ക് സ്കിന്നിന് ഒരു ബ്രൈറ്റ്നസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി ഇവർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്, അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ഡീകൺസ്ട്രക്റ്റിൻ്റെ ഫേസ് വാഷ് തന്നെ യൂസ് ചെയ്യുക. പിന്നെ ഇവരുടെ തന്നെ ബ്രൈറ്റനിങ് സിറം ഉണ്ട്. സോ അതിനുശേഷം ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ബ്രൈറ്റ്നസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കോണ്ടാക്ട് വിത്ത് ഐസ്, അതായത് ഐ കോണ്ടാക്ട് നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ള കോഷനും പിന്നെ അടുത്തായിട്ട് പറഞ്ഞിട്ടുള്ളത് പാച്ച് ടെസ്റ്റ് അഡ്വൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ മെയിൻലി വരുന്നത് വാട്ടർ, അക്വ ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ നിയാസിനാമൈഡ് ഇൻക്ലൂഡ് ആണ്, ഗ്ലിസറിൻ ഇൻക്ലൂഡ് ആണ്, അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒരു 10 gram ഓഫ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഈ ഒരു പാക്കേജിൽ വരുന്നത്. ഇതിൻ്റെ ഔട്ടർ പാക്കേജിങ് ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡ് ബേസ്ഡ് പാക്കേജിങ് ആണ്. ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, പിന്നെ ഡെർമറ്റോളജിസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ്. സോ നമുക്ക് പേടിക്കേണ്ട, ധൈര്യമായിട്ട് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിലൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അതായത് ബ്യൂട്ടൈൽ മെത്തോക്സി ബെൻസോയി മെഥൈൻ, ബ്യൂട്ടൈൽ മെത്തോക്സി ബെൻസോയി മെത്തൈൻ. പേര് വായിക്കാൻ തന്നെ ഭയങ്കര ഡിഫിക്കൽട്ട് കേട്ടോ. ഇതൊരു സൺസ്ക്രീൻ ഏജൻ്റ് ആണ്. അതെന്താ പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ
അൾട്രാ പ്രൊട്ടക്ഷൻ അഗനിസ്റ്റ്, അതായത് UV റേഡിയേഷനിൽ നിന്ന് നല്ല രീതിക്ക് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു പേര് വായിച്ചെടുക്കാൻ തന്നെ ഞാൻ കുറച്ചധികം കഷ്ടപ്പെട്ടു. പിന്നെ വേറൊരു ഇൻഗ്രീഡിയൻ്റെ ഹെൽപ്പ് കൊണ്ടിട്ട് നല്ലൊരു സൂത്തനിങ് നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതെനിക്ക് തോന്നുന്നു ആൻഡ് അതും ഒരു വല്ലാത്ത പേരാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം എന്താണ് ആ പേരെന്നുള്ള കാര്യം. അല്ലൂൻഷൻ എന്നാണ് ആ ഒരു ടേമിൻ്റെ പേര്. അതുകൊണ്ടിട്ട് നല്ല രീതിക്ക് സൂത്തനിങ്, അതായത് നമ്മുടെ സ്കിന്നൊന്ന് സൂത്തൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നുള്ളത് ഗ്ലിസറിൻ ആണ്, നല്ലൊരു മോയ്സ്ചർ ലെവലൊക്കെ ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ നിയാസിനമൈഡ്, പിന്നെ നമുക്ക് കടിച്ചാൽ പൊട്ടാത്ത, വായിക്കാൻ പറ്റാത്ത ഒരു വേർഡ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും വായിക്കുന്ന ഒരു ടാസ്ക്കാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആ ഒരു സൺസ്ക്രീൻ ഏജൻ്റൊക്കെ കൊണ്ടിട്ട് നമുക്ക് നല്ല രീതിക്ക് UV റേസിൽ നിന്ന് നല്ലൊരു പ്രൊട്ടക്ഷനൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ബ്രൈറ്റനിങ് കൊണ്ടുവരുന്നുണ്ട്. ഒട്ടും തന്നെ ഓക്സിഡൈസോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് കറക്കുന്നതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ നല്ലൊരു സൺസ്ക്രീൻ നോക്കി നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റിയ ഒരു സൺസ്ക്രീൻ തന്നെയാണ് ഡീകൺസ്ട്രക്റ്റിൻ്റെ ഈ ഒരു ഫ്ലൂയിഡ് ബ്രൈറ്റനിങ് സൺസ്ക്രീൻ. അതായത് ഇതിനെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ വേറൊരു പ്രൊഡക്റ്റും കൂടെ ഡീകൺസ്ട്രക്റ്റിൻ്റെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ലിപ് ബാം. അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ആ ഒരു ബേസിൽ തന്നെയാണ് ഈ ഒരു സൺസ്ക്രീൻ ഞാൻ വാങ്ങാനുള്ള മെയിൻ റീസൺ. അപ്പോൾ ഡീകൺസ്ട്രക്റ്റിൻ്റെ എല്ലാ പ്രൊഡക്ട്സും തന്നെ അത്യാവശ്യം നല്ല ഹൈപ്പും അതോടൊപ്പം തന്നെ നമുക്ക് റിസൾട്ട് നൽകുന്ന പ്രൊഡക്ട്സ് ഒക്കെയാണ്. ഇതിൻ്റെ പ്രൈസ് അതായത് ജസ്റ്റ് 10 ഗ്രാം പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അധികമില്ല. 149 ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ബിഗ്ഗർ പ്രൊഡക്റ്റ് ഒക്കെ കിട്ടും കേട്ടോ. അതായത് ക്വാണ്ടിറ്റി വൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് പ്രൈസിൽ വേരിയേഷൻ ഉണ്ട്. 300 സംതിങ് രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുക്കാം, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടാറ്റാ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.